അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുബാദറയിലുള്ള പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ഹദീദിലെ 14-ാമത്തെ ആയത്ത് മുതൽ 13-ാമത്തെ ആയത്ത് മുതലാണ് വിശദീകരിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാതു للذين آمنوا انظرونا نقتبس من نوركم. കപടവിശ്വാസികളും കപടവിശ്വാസിനികളും സത്യവിശ്വാസികളോട് പറയുന്ന ദിവസം എന്താ പറയാ? നിങ്ങൾ ഞങ്ങളെ നോക്കണേ, നിങ്ങളുടെ പ്രകാശത്തിൽ നിന്ന് ഞങ്ങൾ കൽപ്പം പകർത്തിയെടുക്കട്ടെ എന്ന്. യൗമ യഖൂൽ പറയുന്ന ദിവസം, അൽ മുനാഫിഖൂന കപടവിശ്വാസികൾ, വൽ മുനാഫിഖാതു കപടവിശ്വാസിനികളും പറയുന്ന ദിവസം. ആരോട് പറയുന്ന ദിവസം? ലില്ലദീന ആമനു വിശ്വസിച്ചവരോട് പറയുന്ന ദിവസം. എന്താ പറയുക? ഉൻദുറൂന ഞങ്ങളെ നിങ്ങളൊന്ന് നോക്കണേ. അങ്ങനെ നോക്കുകയാണെങ്കിൽ, നിങ്ങൾ സഹകരിക്കുകയാണെങ്കിൽ, നഖ്തബിസ് ഞങ്ങളൊന്ന് പകർത്തിയെടുക്കട്ടെ, മിൻ നൂരിക്കും നിങ്ങളുടെ പ്രകാശത്തിൽ നിന്ന്. അഥവാ ഓരോ വിശ്വാസികളും അവരവരുടെ പ്രകാശത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ കൂരിരുട്ടിലുള്ള അവിശ്വാസികളായ, അതല്ലെങ്കിൽ മുനാഫിഖീങ്ങളായ ആളുകൾ വിശ്വാസികളോട് പറയാൻ, നിങ്ങളുടെ പ്രകാശത്തിൽ നിന്ന് ഞങ്ങൾ കുറച്ചെടുക്കട്ടെ എന്ന്. ഖീല അപ്പോൾ പറയപ്പെടും, ഖീല ഇർജിഉ വറാഅകും ഫൽതമിസൂ നൂറാ. ഖീല അവരോട് മറുപടി പറയപ്പെടും. അപ്പോൾ പറയുന്ന ആളാരാ? വിശ്വാസികൾ. ഇർജിഉ നിങ്ങൾ മടങ്ങിക്കോ, വറാഅകും നിങ്ങളുടെ പിൻഭാഗത്തേക്ക്, നിങ്ങളുടെ പിന്നിലേക്ക്, ഫൽതമിസൂ നൂറാ ഫൽതമിസു അവിടെ നിങ്ങൾ അന്വേഷിച്ചോ, നിങ്ങളുടെ പിൻഭാഗത്ത്, നൂറൻ പ്രകാശത്തെ, എന്തെങ്കിലും ഒരു വെളിച്ചം കിട്ടുമോ എന്ന് നിങ്ങൾ പിന്നിലേക്ക് പോയിട്ട് അന്വേഷിച്ചോ എന്ന് മറുപടി പറയും. അങ്ങനെ ഫളുരിബ ബൈനഹും ബിസൂരിൻ ലഹു ബാബും ബാതിനുഹു ഫീഹിർ റഹ്മതു വളാഹിറുഹു മിൻ ഖിബലിഹിൽ അദാബ്. ഫളുരിബ ബൈനഹും അവർക്കിടയിൽ ഏർപ്പെടുത്തപ്പെടും, അവർക്കിടയിൽ ഉണ്ടാക്കപ്പെടും, ബിസൂരിൻ ഒരു മറയെ, ലഹു ആ മറക്കൊണ്ട്, ബാബുൻ ഒരു വാതിലുണ്ട്, ബാത്തിനുഹു അതിൻ്റെ ഉൾഭാഗം, ഫീഹി ആ ഉൾഭാഗത്തിലുണ്ട്, റഹ്മത്തു അല്ലാഹുവിൻ്റെ കാരുണ്യം, വലാഹിറുഹു അതിൻ്റെ പുറംഭാഗം, മിൻ ഖിബലിഹി ആ ഭാഗത്തിൽ കൂടിയാണൽ അദാബു ശിക്ഷയുള്ളത്. ആ വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഇടയിലൊരു മറയുണ്ടാകും, അതിനൊരു വാതിലുണ്ടാകും, അതിൻ്റെ ഉൾഭാഗത്ത് കാരുണ്യവും പുറംഭാഗത്ത് ശിക്ഷയുമുണ്ടാകും. നാളെ പരലോകത്ത് വിശ്വാസികൾ വെളിച്ചത്തിലും അവിശ്വാസികളും കപടവിശ്വാസികളുമൊക്കെ ഇരുട്ടിലുമായിരിക്കും. യുനാദൂനഹും അലം നകും മഅകും. യുനാദൂനഹും 14-ാമത്തെ ആയത്താണ്. യുനാദൂനഹും അവർ, അഥവാ മുനാഫിഖീങ്ങൾ ആ വിശ്വാസികളെ വിളിച്ചു പറയും, അലം നകും മഅകും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ആയിരുന്നില്ലേ. മുനാഫിഖീങ്ങൾ കപടവിശ്വാസികൾ പറയാ, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ആയിരുന്നില്ലേ. അപ്പോൾ ഖാലു വിശ്വാസികൾ മറുപടി പറയും, ബല അതേ ശരിയാണ്, നിങ്ങൾ ഞങ്ങളുടെ കൂടെ ആയിരുന്നു. പക്ഷേ വലാകിന്നകും എങ്കിലും നിങ്ങൾ, ഫതൻതും നിങ്ങൾ കുഴപ്പത്തിലാക്കി, നിങ്ങൾ ഫിത്തനയുണ്ടാക്കി, അൻഫുസകും നിങ്ങളുടെ ദേഹങ്ങളെ, നിങ്ങളുടെ ശരീരത്തെ തന്നെ, നിങ്ങൾ സ്വന്തത്തെ തന്നെ നിങ്ങൾ ഫിത്തനയിലാക്കിയിട്ടുണ്ട്. പുറത്ത് വിശ്വാസവും അകത്ത് അവിശ്വാസവും കൊണ്ട് നടക്കുന്ന ഈ കപടവിശ്വാസികൾ അവർ സ്വന്തം ശരീരത്തെ തന്നെയാണ് കുഴപ്പത്തിലാക്കിയത്. വതറബ്ബസ്തും നിങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്തു, വർതബ്തും നിങ്ങൾ സംശയത്തിലാവുകയും ചെയ്തു, വഗറതുകും നിങ്ങളെ വഞ്ചിക്കുകയും ചെയ്തു, വല്ലമാനിയോ ദുർമോഹങ്ങൾ, ഈ ദുനിയാവിനോടുള്ള കൊതികൾ, അത് നിങ്ങളെ വഞ്ചിക്കുകയും ചെയ്തു. ഏതുവരെ? ഹത്താ ജാ അംറുല്ലാഹ് അല്ലാഹുവിൻ്റെ കൽപ്പന, അല്ലാഹുവിൻ്റെ കൽപ്പന വരുവോളം. വഗറക്കും നിങ്ങളെ വഞ്ചിക്കുകയും ചെയ്തു, ബില്ലാഹി അല്ലാഹുവിനെ സംബന്ധിച്ച് നിങ്ങളെ വഞ്ചനയിലകപ്പെടുത്തിയ അൽ ഗറൂർ ആ മഹാവഞ്ചകൻ.
ആ പരമവഞ്ചകനില്ലേ, ആ വഞ്ചകൻ ശൈത്വാൻ ഇബ്ലീസ് നിങ്ങളെ ചതിക്കുകയും ചെയ്തു. കപടവിശ്വാസികൾ വിശ്വാസികളോടൊപ്പം ജീവിച്ചവരാണ്, പക്ഷെ അവരുടെ ആ അവിശ്വാസം അവർ മറച്ചു പിടിക്കുകയും ചെയ്തു. എന്നിട്ട് പറയാം, നമ്മൾ നിങ്ങളോടൊപ്പം പള്ളിയിലുണ്ടായിട്ടില്ലേ, നിങ്ങളോടൊപ്പം യുദ്ധത്തിന് വന്നിട്ടില്ലേ, നിങ്ങളോടൊപ്പം പലതിനും കൂടെ ഉണ്ടായിട്ടില്ലേ? വിശ്വാസികൾ മറുപടി പറയാ, ശരിയാ, നിങ്ങൾ നമ്മളോടൊപ്പം ഉണ്ടായിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ സ്വന്തം ശരീരത്തെ നിങ്ങൾ കുഴപ്പത്തിലാക്കി. അഥവാ വിശ്വാസം സ്വീകരിക്കാതെ കപടവിശ്വാസികളായിട്ട് നിങ്ങൾ ജീവിച്ചു. മാത്രമല്ല, നിങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു ആയത്തിൽ. പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വഫാത്തിനെ നിങ്ങൾ പ്രതീക്ഷിച്ചു, അല്ലെങ്കിൽ ഈ മുസ്ലിമീങ്ങൾക്കുള്ള നാശത്തെ നിങ്ങൾ പ്രതീക്ഷിച്ചു. അങ്ങനെ മുസ്ലിമീങ്ങളൊക്കെ നശിച്ചാൽ കപടവിശ്വാസികളായി നിങ്ങൾക്ക് അവിശ്വാസികളോടൊപ്പം ചേരാൻ പറ്റുമല്ലോ, അങ്ങനെ നിങ്ങൾ പ്രതീക്ഷിച്ചു. നിങ്ങൾ സംശയം വെക്കുകയും ചെയ്തു. ഈ ഖുർആനിനെ കുറിച്ച്, റസൂലുള്ളാഹിനെ കുറിച്ച്, ദീനിനെ കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ സംശയത്തിലായി. അതുകൊണ്ടല്ലേ നിങ്ങളെ വിശ്വാസത്തിന് ഉറപ്പില്ലാതിരുന്നത്. ഈ ദുനിയാവിനോടുള്ള അദമ്യമായ മോഹങ്ങൾ, ദുർമോഹങ്ങൾ, നിങ്ങളുടെ വ്യാമോഹങ്ങൾ നിങ്ങളെ വഞ്ചിക്കുകയും ചെയ്തു. കപടവിശ്വാസികളായ മനുഷ്യന്മാരുടെ പരലോകത്തെ അവസ്ഥയെക്കുറിച്ചാണ് ഈ ആയത്തിലൂടെ അള്ളാഹു ഇങ്ങനെ വിശദീകരിക്കുന്നത്. فَالْيَوْمَ لَا يُؤْخَذُ مِنكُمْ فِدْيَةٌ وَلَا مِنَ الَّذِينَ كَفَرُوا فَالْيَوْمَ, അതിനാൽ ഇന്ന്, അഥവാ നിങ്ങൾ ഇങ്ങനെയൊക്കെ കപടവിശ്വാസികളായി ജീവിച്ചില്ലേ, അതിനാൽ ഇന്ന് ലാ യുഖദു മിൻകും, നിങ്ങളിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല, ഫിദിയത്തുൻ, ഒരു മോചന മൂല്യവും, നിങ്ങളുടെ ഒരു പ്രായശ്ചിത്തവും ഇന്നിവിടെ സ്വീകരിക്കപ്പെടുകയില്ല. ഇത് പരലോകാണ്. ഇത് പ്രായശ്ചിത്തം സ്വീകരിക്കുന്ന സ്ഥലമല്ല, ഇത് പരലോകമാണ്. ദുനിയാവിൽ വെച്ച് ചെയ്തതിന് പ്രതിഫലം കിട്ടുന്ന പരലോകം. വലാ മിനല്ലദീന, ഒരുത്തരിൽ നിന്നും അല്ലാഹു തആല സ്വീകരിക്കൂല. കഫറു, അവർ അവിശ്വസിച്ചിരിക്കുന്നു. മഅവാകുമുന്നാർ, നിങ്ങളുടെ വാസസ്ഥലം, നിങ്ങളുടെ സ്ഥാനം നരകമാകുന്നു എന്നതിനെ നിങ്ങൾ അവിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. ഹിയ മൗലാക്കും, അതത്രേ നിങ്ങളുടെ മിത്രം, നിങ്ങൾക്ക് യോജിച്ചത്, അല്ലെങ്കിൽ നിങ്ങളുടെ യജമാനൻ, അതാ നരകം തന്നെയാണ്. വബിഇസൽ മസീർ, തിരിച്ചു ചെല്ലാനുള്ള ആ സ്ഥലം എത്ര ചീത്തയാണ്. മടങ്ങിച്ചെല്ലുന്ന ആ സ്ഥലം, തിരിച്ചെത്താനുള്ള ആ സ്ഥലം വളരെ മോശം. വളരെ ചിന്തിക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരായത്താണിത്. തൗബ ചെയ്യാൻ നമുക്ക് ഈ ദുനിയാവിൽ സമയമുണ്ട്, നേരമുണ്ട്. റൂഹ് പിരിയലോടെ പിന്നെ ആ സമയം അവസാനിക്കുകയാണ്. ഈ ലോകത്തോട് വിട പറയുന്നതിൻ്റെ മുമ്പ് ഇന്നലകളിൽ സംഭവിച്ചു പോയ പാപങ്ങളിൽ നിന്ന് മുക്തരാവണം. കപടവിശ്വാസത്തിൻ്റെ ഏതെങ്കിലും അടയാളങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി സാധ്യമാവണം. വിശ്വാസത്തിന് ഉറപ്പുണ്ടാവണം, യഖീനുണ്ടാവണം. അള്ളാഹുവിൽ അചഞ്ചലമായി വിശ്വസിക്കണം. പരലോകമുണ്ടെന്നും സ്വർഗമുണ്ടെന്നും നരകമുണ്ടെന്നും കൃത്യമായി ബോധ്യത്തോടെ നിലകൊള്ളാൻ വേണ്ടി കഴിയണം. അള്ളാഹുവേ, ഖൽബ് നന്നാക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.